ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ ദിവസമായതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് സമയം 8 മണിയാവണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടൊക്കെ അപ്പോൾ ഇവിടെ ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ എല്ലാവരും ഇവിടെ ഒരാൾ പിങ്കിനെ അൽപ്പിക്കുക കേട്ടാ. ഇവിടെ ഉള്ളത് ആ പിങ്കിനെ അൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കുളിക്കൊന്നുമില്ല. ഞാനും കുളിച്ചിട്ടില്ല. അതന്നെ ഞാനും എഴുന്നേറ്റിട്ടില്ല. നമുക്ക് കുളിക്കണ്ടേ? സൈലന്റ് ആയിട്ട് അതാ അമ്മ ഇവിടെ പൂരി അമ്മ. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പില്ല അമ്മ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നൂറായിട്ട്? എന്താ സ്പെഷ്യല്? പൂരി ചെറുപയർ അമ്പ. അപ്പോഴേക്കും ഞാനൊക്കെ കുളിച്ചിട്ട് വരാം. അമ്മ മാത്രം ഇപ്പോൾ കുളിച്ചിട്ടുള്ളൂ. അച്ഛനും ഞാനും ചേച്ചിയൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് തരാം വീഡിയോയിൽ. ചേച്ചിയാ ഈ വ്യക്തി നേരം വൈകി കുളിക്കുള്ളൂ കേട്ടോ. ഇത് ലീവുള്ള ദിവസമായതുകൊണ്ട് മടിയെത്തിവാറ ചേച്ചി ഒരാൾ കാണിച്ചിട്ടില്ല. പപ്പി എടുത്തുണ്ടായിരുന്നു. അപ്പോൾ പപ്പിനൊക്കെ കാണിച്ചു തരാം. ഒരാൾ മുയില അമ്മയുടെ ഓട്ടത്തിൽ വളർത്തി, ഒരാൾ മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ നല്ല ഉറക്കാൻ കാണിച്ചത്. അച്ഛൻ രാവിലെ പത്രം വായിക്കുന്നുണ്ട്. എൻ്റെ കുലൊക്കെ കഴിഞ്ഞു. അവിടെ ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അതേ സമയം നമുക്ക് ലേറ്റിട്ട് 9 മണിയത്. അവിടെ എഴുന്നേറ്റിട്ടില്ല. അവിടെ എഴുന്നേൽപ്പിക്കണം. ഏട്ടായി എഴുന്നേക്ക്, ഒരു ഗുഡ് മോർണിംഗ് കൊടുക്ക്. ഏട്ടാ ചേട്ടായി നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നോക്കുന്നേ. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ. ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കൂ. എന്ത് ഉഷാറ് കുറവല്ലേ? എഴുന്നേക്ക്, ചായയൊക്കെ കുളിക്കണം. എഴുന്നേക്ക്. പിന്നെ എന്തായാലും എഴുന്നേക്കട്ടെ ഏട്ടായി. ജനലൊക്കെ തുറക്കണം. എന്നാലേ വിളിച്ചും കിട്ട് വേഗം എഴുന്നേറ്റോളൂ. അപ്പോൾ അവിടെ നല്ല വലിയ വയലാട്ടാ. ഒരു കുളമുണ്ട്. ഇവിടെ ഒരാളിങ്ങനെ എന്നെ മടിച്ച് കൊടുക്കുക. ചായ കുടിക്കാൻ പൂരിയും ചെറുപയറും. അപ്പോൾ എല്ലാവരും ചായ കുടിക്കും. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ബാക്കി നടക്കുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. സൺഡേയും കൂടിയല്ല. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുളകിട്ട് കറി വയ്ക്കണം. പിന്നെ അവിടെ ഉണ്ടാക്കി പൂരിയ. അപ്പോൾ നെയ്ച്ചോറിക്കുള്ള ഉള്ളി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ പരിപ്പ് കണ്ണ്. അത് നെയ്ച്ചോറിന് ഇപ്പോൾ ഒരു കോമ്പിനേഷനായി പരിപ്പ് കറിയില്ലേ. അപ്പോൾ കറിന്നല്ല, എന്തോ ഒരു പരിപ്പ് ഒരു ഇതെന്താക്കുക യൂട്യൂബിൽ നോക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. ഉള്ളി ഞാൻ നെയ്ച്ചോണ്ടിടാനുള്ളത് ആയിക്കൊണ്ടിരിക്കണം. എന്താ എന്നോട് ഏട്ടനും അച്ഛൻ നല്ല പണിയില്ല. അവർക്ക് ചായ വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ റെഡിയാക്കട്ടെ. അതായത് ചിക്കൻ കറിക്കുള്ള കിഴങ്ങും കട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി ഒക്കെ ഒന്ന് ആവട്ടെ. ഭയങ്കര തിരക്കട്ടെ പണി കേട്ടോ. ഞാൻ വന്നു ആളിപ്പോൾ എന്നെ പോകും. ഞാൻ പണിയില്ല. ചേച്ചി ആരും വിട്, ഞാൻ ചാടിക്കട്ടെ. പിന്നെ പരിപ്പ് കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാ. അപ്പോൾ റൈസിന് കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമ്മയും ചേച്ചിയും ചായ കുടിക്കുക. എന്തമ്മ അത് സ്പെഷ്യൽ? എന്തമ്മ ഒന്ന് പേര് അതെ ഉണ്ടാക്കി ആളോട് ചോദിക്കുന്നത്. ശർക്കര ഒരു ക്യാരറ്റ് ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടാൾക്കാരാണ് നല്ല പണിയില്ല. ഇപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. അതെ ചേട്ടായി. പിന്നെ ഇതിൻ്റെ അടിയില്ല ഒക്കെ എന്തോ ബഹിരാകാശ ചർച്ച നടന്നുകൊണ്ടിരിക്കുക രണ്ടാളുടെ. എന്ന് വെച്ചാ അപ്പം എന്തായാലും ഇതൊന്നാവട്ടെ. പൂച്ചക്കുട്ടികൾക്കും പപ്പിക്കും ഇതാ ഫുഡ് എടുക്കാൻ സമ്മതിച്ച്. ഇതാ 2 ടീമിന് കൊടുത്തിട്ട ഫുഡ്.
ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഇവിടെ ഒരു പണികളൊക്കെ കഴിഞ്ഞു. മീൻ പൊരിച്ച് ഇനി അതും കൂടെ ഉള്ളു. ഇനി ഒക്കെ പൊരിച്ചു. നമ്മുടെ ചിക്കൻ കറി റെഡി, നെയ്ച്ചോറ് റെഡി, ഒക്കെ സെറ്റായി. അതാ പരിപ്പറിനൊക്കെ കാണിച്ചില്ല, അതും റെഡി, വെള്ളം റെഡി, ഒക്കെ റെഡി. അപ്പോൾ അതാ ചേച്ചി ചേച്ചി അപ്പം അങ്ങനെ അപ്പം അവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞു. അമ്മൂമ്മ ഇതെവിടെ ഏതോ ഒരു വശത്തുണ്ട്. അതാ വശത്തുണ്ട് ഏട്ടനും അച്ഛനൊക്കെ. ഇതാ ഒക്കെ ആകെ ഇതാക്കിയിട്ടേക്കുക ചേച്ചി. ഇത് വരണേ അവിടെ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുക എടുത്തിട്ട്. എന്തൊന്നും മിണ്ടാത്ത ചേച്ചി പപ്പിനെ വിളിക്കാൻ പോയിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. ചിരിക്കുന്നു ഫ്രണ്ട്സ്. എന്തായാലും ലാസ്റ്റൊക്കെ വന്നിരിക്കുന്നു കാന്താരി. അപ്പം ഇതൊക്കെയാണ്. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡി, ഞങ്ങൾ കഴിക്കേണ്ടി പോകാണ്ട് എല്ലാവരും ഉണ്ട്. കഴിക്കട്ടെ. പേപ്പർ ഇതാ തുറന്ന്. മാന്ത പൊരിച്ചത്, പച്ചക്കറി, നെയ്ച്ചോറ്, അച്ഛമ്മ ഞങ്ങൾ കഴിക്കട്ടെ. അച്ഛാ ഇത് വെളുമ്പ് പേച്ചിനെ കാണുന്നത് രസാറേ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഒരാൾ കഴിച്ചത് റെഡി ആയിട്ട് 2 പേരും. അപ്പം ഞങ്ങളിന്ന് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ് എടുക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മാറ്റിയതാണ്. ഞങ്ങൾക്ക് റീൽസ് എടുക്കട്ടെ. ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ കണ്ണാടിക്ക് ചന്ത കാണാൻ വന്നേക്കാം. അവരുടെ ആളെ ധൃതിയിൽ ചേച്ചിയുടെ നിർബന്ധത്തെ കൂടെ വന്നതാട്ടോ. ഞങ്ങൾ ചേച്ചി പോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരേ മോഡലായിരുന്നു എടുക്കാം. ഒരാളെന്താ പോണേ? ഏട്ടായി എന്താ ഏട്ടായി? ഏട്ടായി അപ്പോൾ ഞങ്ങൾ പോയി. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരക്കൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. എന്തോ പറയും, ഭയങ്കര വർത്താനാണ്. ഞങ്ങൾ കേക്ക് തപ്പി വഴി ഇവിടെ ഉണ്ടായി. ഈ ഷോപ്പ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നേ വന്നത്. അതെന്താ കാരണം എന്ന് പറ. അതല്ല, ഇവിടുത്തെ കട അടച്ചോ ഞങ്ങൾക്ക് അറിയില്ല. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു വന്നത്. ഇവിടെതാ കേക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്ക് കേക്ക് കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത വർഷത്തിന് വരവേൽക്കാം. ഓക്കെ, അടുത്ത കൊല്ലം ഹാപ്പി ആവാല്ലേ? അപ്പൂപ്പൻ നോക്കി ഹായ് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കൊല്ലം കാണാം. കേക്ക് കിട്ടി, കേക്ക് വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കേക്ക് കിട്ടി. പോവാം. അപ്പം ഇനി കേക്ക് വെച്ച് വേഗം വീട്ടിൽ പോട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ അതാ ചട്ടിയിലേക്ക് ഇടാൻ പോവുക. നമുക്ക് ഏതാനും നിമിഷങ്ങളൊക്കെ ചട്ടിയിലിടുന്നതാണ്. ചട്ടി നമ്മൾ മാറ്റി വെച്ച് കൊടുക്കും. ചട്ടിയിലേക്ക് ചോറ് തട്ടും, പിന്നെ വായിലേക്ക് തട്ടും. അപ്പോൾ ഒരാൾ ചട്ടീനെ എടുത്തു, നല്ല മിക്സ് ചെയ്തു. വഴക്കി, നല്ല വഴക്കി. ആ കഴിക്കി. അപ്പോൾ അവിടെ നിന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് ഈച്ച നല്ല പണി. അപ്പോൾ അതാ വായിലിട്ടു. എങ്ങനെയുണ്ട്? ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പോൾ ടൈം നോക്ക്. ടൈം 11:40. ഞങ്ങൾ 12 മണിയാവാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ രണ്ടാൾ ഞങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. രണ്ടുപേരും കാണണ്ട. കുറച്ച് വെയിറ്റ് ചെയ്യും. ചേച്ചി കിടന്നു പോയി. അതാ ഏട്ടൻ ഇരിക്കണേ. ഞാനെന്താ അവിടെ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക 12 മണിക്ക്. എന്താ ടേസ്റ്റ് സൈലൻ്റ് ആയിരിക്കണേ? ഇത്ര ആയിട്ടുള്ളൂ. ഇനി കുറേ നേരം കൂടി വെയിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതാ ചേച്ചിനെ വിളിക്കണം. അപ്പോൾ എന്താ ന്യൂയറായിട്ട് എന്താ പറയാനുള്ളത്?
പുതിയൊരു ദിവസമേ മറന്നുള്ളല്ലോ, നമ്മൾ മറന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുക്കാണ്. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി കേക്ക് എടുത്തു. ഉറക്കത്തിൽ എഴുതിയിട്ടാണ് ടി വി കാണാൻ. ഞാൻ കേക്കൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കണം. അതിങ്ങനെ നിൽക്കണ് 58. അപ്പൊ 59. വേഗം കട്ട് ചെയ്യല്ലേ അച്ഛമ്മയുടെ. അപ്പൊ അച്ഛമ്മ ഒന്ന് ഉറങ്ങിയിടന്ന് വന്നാട്ടോ. അപ്പൊ അതാ ചേച്ചി കട്ട് ചെയ്താ സമയായി അടുക്ക് കിട്ടി സമയമാട്ടെ. ടി വി നോക്ക്. അപ്പൊ എല്ലാരും അവിടെ നിൽക്കാ. അമ്മമ്മ അവിടെ 12 മണി അപ്പം നമ്മൾ കേക്ക് മുറിക്കൂ. അത് അവിടെ ഇപ്പൊ 11:59. 12 മണി ആയിട്ടാ. അപ്പൊ എല്ലാ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബറിനും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു.